ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രയും പൊള്ളുന്ന വെളിപ്പെടുത്തലുള്ള റിപ്പോർട്ട് 5 വർഷക്കാലത്തോളം മറച്ചുവെക്കാൻ സർക്കാർ പറഞ്ഞ ന്യായം 2020 ഹേമ എഴുതിയൊരു കത്താണ്. ആ കത്തിൽ ഹേമ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട പ്രേക്ഷകരെ, I would also bring to your kind notice the need to keep the report confidential since it contains details of sexual assault, harassment and abuse which were disclosed to the committee by various women in privacy in-camera proceedings. We have been following the principles laid down by the Supreme Court in various decisions in keeping the matter extra confidential. I would also take the liberty to alert you to follow this principle before parting with the report to anybody. എന്ന് പറയുന്നത്, നിങ്ങളിത് പുറത്തുവിടുകയാണെങ്കിൽ സുപ്രീം കോടതി ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി മുഖവിലക്കെടുക്കണം. സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? ഇരയുടെ എന്ന് പറഞ്ഞാൽ ഇരയുടെ ഈ പ്രൈവസി മാനിക്കണമെന്നുള്ളത് പല ഘട്ടത്തിൽ സുപ്രീം കോടതി പല രീതിയിൽ ആവർത്തിച്ചാണ്. ഓൾറെഡി അത് നിയമപരമായി ക്ലോസ്ഡ് ആയ വ്യവസ്ഥയാണ്. അപ്പോൾ അത് മറച്ചു വെക്കണം, അല്ലെങ്കിൽ ഇരകളുടെ പ്രൈവസി മറച്ചു വെക്കണമെന്ന് ഹേമ കമ്മിറ്റി പറയുന്നതിനെ റിപ്പോർട്ട് ഒന്നാകെ പുറത്തു വിടരുത് എന്ന വ്യാഖ്യാനത്തിലേക്ക് എത്തിയതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗങ്ങൾ ഒഴിവാക്കിയത്. എന്നാൽ പുറത്തു വന്ന റിപ്പോർട്ടോ, പുറത്തു വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അട്ടിമറി എന്നാണ് ഈ മണിക്കൂറിലെ വാർത്ത. വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചതിലും കൂടുതൽ ഖണ്ഡികകൾ റിപ്പോർട്ടിൽ നിന്ന് ഒഴിവാക്കി. 129 ഖണ്ഡികകളാണ് ഒഴിവാക്കിയത്. 21 ഖണ്ഡികകൾ ഒഴിവാക്കുമെന്നാണ് നേരത്തെ അറിയിച്ചത്. സ്വകാര്യതയെ മാനിച്ചാണ് വരികൾ ഒഴിവാക്കിയതെന്നാണ് സർക്കാർ വിശദീകരണം. സലിമാലിക്ക് വിവരങ്ങൾ വച്ചിരുന്നു. സലീം, വിവരാവകാശ കമ്മീഷൻ അതിൻ്റെ ഉത്തരവിൽ ഏതേത് പാരഗ്രാഫിലെ ഏതേത് പേജുകൾ ഒഴിവാക്കണമെന്ന് അണ്ടർലൈൻ ചെയ്ത് ഇറക്കിയതാണ്. അത് ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഈ വേട്ടക്കാരുടെ പേരുണ്ടെങ്കിൽ ആ പേര് പുറത്തേക്ക് വന്നിട്ടേ ഇല്ല. ഓക്കെ എന്ന് പറയുന്ന ഭാഗം മാത്രമേ പുറത്തോട്ട് വരാൻ കഴിയുകയുള്ളൂ. അത് സർക്കാരിന് മുന്നിലേക്ക് എത്തുമ്പോൾ അവിടെ നിന്ന് പിന്നെയും സിംഹഭാഗം ഗണ്യമായി വെട്ടിക്കുറച്ചതെന്ന് പറഞ്ഞാൽ അട്ടിമറി. സലീം, ഉറപ്പായും ഹാഷ്മി, ഈ റിപ്പോർട്ട്, അതായത് ഈ 129 ഖണ്ഡികകൾ ഒഴിവാക്കി എന്നുള്ളത് തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു വലിയ പിഴവ്, അതല്ലെങ്കിൽ ആരെയോ രക്ഷിക്കാനുള്ള ശ്രമം, അതല്ലെങ്കിൽ എന്തോ മറച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമം നടന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നിയമവകുപ്പ് പരിശോധിച്ച റിപ്പോർട്ടാണ്. അതിൽ അപേക്ഷകർക്ക് തന്നെ ആദ്യം തന്നെ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയതാണ്. 66 പേജുകൾ ഒഴിവാക്കും, ചില പേജുകളിലെ ഖണ്ഡികകളായി ഒഴിവാക്കുമെന്നൊക്കെ വിവരം നൽകി. അത് ഏത് ഖണ്ഡികകളാണെന്ന് അറിയിച്ചതുമൊക്കെയാണ്. മാത്രമല്ല, സർക്കാർ ഇപ്പോഴും പറയുന്നത് സ്വകാര്യതയെ ഹനിക്കുന്ന ഭാഗങ്ങളായതുകൊണ്ടാണ് ഒഴിവാക്കിയതെന്നാണ്. അങ്ങനെയുള്ള ഭാഗങ്ങൾ പുറത്തുവിടേണ്ടതില്ല, ശരിയാണ്. പക്ഷേ അങ്ങനെയെങ്കിൽ ആ ഭാഗങ്ങളിൽ ഇത്ര ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് എന്നെങ്കിലും പറയാമായിരുന്നല്ലോ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആ വാർത്തയിലേക്ക് വളരെ വേഗത്തിൽ വരാം. അതിനു മുൻപ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് മുൻ മന്ത്രി, ഒപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത് ഏറെക്കാലമായ രാഷ്ട്രീയ പ്രവർത്തകൻ, ഈ അടുത്ത് സിനിമാ മേഖലയിലേക്ക് കാലെടുത്ത് വെച്ച് സിനിമാ നിർമ്മാതാവ് കൂടിയായ ഷിബു ബേബി ജോൺ ആണ്. ഷിബു ബേബി ജോൺ 24-നൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഇപ്പോൾ താങ്കൾ ഏറെക്കാലമായ രാഷ്ട്രീയ പ്രവർത്തനമായി സജീവമാണ്. ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് കൂടി കാലെടുത്ത് വെച്ച്, അപ്പോൾ മലൈക്കോട്ടെ വാലിബൻ എന്ന സിനിമയുടെ നിർമ്മാണം നടത്തി. അപ്പോൾ സിനിമാ മേഖലയിൽ അങ്ങേയറ്റം കുത്തഴിഞ്ഞ പല പ്രവണതകളുമുണ്ട് എന്ന് ഹേമ കമ്മിറ്റിയുടെ ഞെട്ടിക്കുന്ന കണ്ടെത്തലാണ്. അത് ഒരു നിർമ്മാതാവെന്ന നിലയിൽ താങ്കൾക്ക് ഏതെങ്കിലും നിലയിൽ തങ്ങളുടെ സെറ്റിൽ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ റിപ്പോർട്ട് ഞെട്ടലുളവാക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീർണതയുടെ ഒരു പരിച്ഛേദം, അതിൻ്റെ ഒരു പ്രതിഫലനം സിനിമാ രംഗത്തും വന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ സിനിമ ചിത്രീകരിച്ചത് കേരളത്തിന് പുറത്താണ്. രാജസ്ഥാനിലും അതിനുശേഷം ചെന്നൈ, പോണ്ടിച്ചേരിയാണ്. 40,000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റിനെ പല ഘട്ടത്തിലായി പങ്കെടുപ്പിച്ചുകൊണ്ട് ചെയ്തതാണ്. ഒരിക്കൽ പോലും ഒരു പരാതിയോ ഒരു അവസരമോ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പറയാനാണ്. ഇവിടെ മലയാളം സിനിമയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ഗൗരവത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് അത് ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയും, കുറ്റക്കാരാരെന്ന് കണ്ടിട്ട് ഒരു സമൂഹത്തെ, ഒരു സിനിമാ വ്യവസായത്തെ ആകെ കുറ്റക്കാരാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇത് ആവർത്തിക്കാതിരിക്കാനുള്ള കർക്കശമായ നിലപാട് സ്വീകരിക്കേണ്ട ഗവൺമെൻറ്റാണ് ഇപ്പോൾ നിർഭാഗ്യവശാൽ സിനിമാ വ്യവസായത്തെ ആകെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലേക്കുള്ള നിലപാടുമായി പോകുന്നത്. അത് വളരെ ദൗർഭാഗ്യകരമാണ്. ഓരോ ദിവസവും കഴിയും തോറും സർക്കാരിൻ്റെ നിലപാടുകൾ വളരെ ദുരൂഹമായി മാറുകയാണ്. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ള ചോദ്യമാണ്. എന്നെ 2-3 ദിവസമായി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെയും സാംസ്കാരിക സിനിമാ വകുപ്പ് മന്ത്രിയുടെയും അവരുടെ മറ്റ് മന്ത്രിമാരുടെയും പ്രതികരണം കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സംശയം, ഇവരെന്തിന് ഹേമ കമ്മിറ്റിയെ വെച്ചു? ഹേമ കമ്മിറ്റിയെ എന്തിനു നിയോഗിച്ചു? ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നാൽ എന്ത് ചെയ്യുന്നു? കാരണം ഇപ്പോൾ സിനിമ കോൺക്ലേവ് നടത്താനാണെങ്കിൽ ഹേമ കമ്മിറ്റിയെ വെക്കേണ്ട കാര്യമില്ലല്ലോ. സിനിമ നയം രൂപീകരിക്കാനാണെങ്കിൽ ഹേമ കമ്മിറ്റിയുടെ ആവശ്യമില്ലല്ലോ. ഒരു അനുവദനീയമല്ലാത്ത, മലയാളിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവത്തെ, ഒരു നടിക്കുണ്ടായ സംഭവത്തെ തുടർന്ന് ഈ മേഖലയിലെ ജീർണതകൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചിട്ട് 4.5 വർഷം അത് പൂഴ്ത്തി വെക്കുകയും അത് പുറത്തു വന്നപ്പോൾ പലതും മറച്ചു വെച്ച് പുറത്തു വിടുമ്പോൾ എന്തിനാണ് കമ്മിറ്റി വെച്ചത്? ഈ കമ്മിറ്റി കൊണ്ട് എന്ത് കറക്റ്റ് നടപടി ഗവൺമെൻറ് ഈ കാലയളവിൽ ചെയ്തു?
റിപ്പോർട്ട് എപ്പോൾ വേണമെങ്കിൽ പുറത്ത് വിട്ട അവരുടേതായിട്ടുള്ള ന്യായം എന്നുണ്ട് 4.5 വർഷം കഴിഞ്ഞു. പക്ഷേ ഈ 4.5 വർഷം കയ്യിൽ ഈ റിപ്പോർട്ട് വെച്ചിട്ട് എന്ത് ചെയ്ത് ഗവൺമെൻറ്? ഓരോ ദിവസവും പിന്നെ ആരെ സംരക്ഷിക്കാൻ നോക്കുന്നു? അത് വളരെ ഇതെന്ന് പറഞ്ഞാൽ എനിക്കറിയാം ആ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു സിനിമാ നിർമ്മാണ രംഗത്തേക്ക് ഇപ്പോൾ വന്നെങ്കിലും ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മോഹൻലാലുമായിട്ടൊക്കെ ഉള്ള സൗഹൃദം വെച്ച് വളരെ അടുത്ത് ഇടപഴകിയ ഒരു മേഖലയാണ്. അതിൽ നിന്ന് ഏറെ മുന്നോട്ട് മലയാളം സിനിമ വന്നിട്ടുണ്ടെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. അങ്ങേക്ക് ഏറെക്കാലമായി ബന്ധമുള്ള മേഖലയാണ്. അപ്പോൾ ആ സിനിമാ മേഖലയിൽ ഒരു പവർ ഗ്രൂപ്പ് നിലനിൽക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ ഏതെങ്കിലും ഘട്ടത്തിൽ അങ്ങേക്ക് അങ്ങനെയുള്ള ഈ സിനിമാ ബന്ധം കൊണ്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ ഒരു കാലഘട്ടത്തിൽ അതിനകത്തേക്ക് ചെന്നിട്ടില്ല. അവിടുത്തെ സൗഹൃദം ഉണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ മലയാളം സിനിമയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട നടന്മാരും ആയിട്ടുള്ള ഒരു സൗഹൃദം, നിർമ്മാതാക്കളുമായിട്ട് സൗഹൃദമൊക്കെ വെച്ച് പുലർത്തിയിരുന്നതാണ് പൊതുരംഗത്ത് വരുന്നതിന് മുമ്പ്. പൊതുരംഗത്ത് വന്നതിന് ശേഷം ഇപ്പോൾ ഈ നിലയിലേക്കാണ് വന്നത്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ അതിൻ്റെ ഇന്നർ കഥകളൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് അന്ന് നിലനിന്നതായിട്ട് എനിക്കറിയില്ല. ഇപ്പോഴും എൻ്റെ അനുഭവത്തിൽ, ഞാനിപ്പോൾ കഴിഞ്ഞ വർഷമാണ് വന്നത്, എനിക്കതറിയില്ല. പക്ഷേ ഒരു കമ്മിറ്റി ഒരു റിപ്പോർട്ട് തരുമ്പോൾ അതിനെന്തെങ്കിലും ഷിബു ബേബി ജോണുമായി സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്ന സമാനമായ കാര്യങ്ങൾ തന്നെ എന്തിനാണ് ഈ ഹേമ കമ്മിറ്റി എന്ന സംശയം പ്രകടിപ്പിക്കുകയായിരുന്നു. സംസാരിക്കട്ടെ സലീം മാലിക്. എന്തായാലും പുറത്തു വന്ന ഭാഗങ്ങൾ പോലും കൂടുതൽ ഭാഗങ്ങൾ വിവരാവകാശ കമ്മീഷണർ പറഞ്ഞിരുന്ന SPIO എന്ന് സജി ചെറിയാൻ എപ്പോഴും പറയുന്ന ഈ പറയുന്ന ഓഫീസറൊക്കെ പറഞ്ഞതിൽ നിന്ന് 21 ഖണ്ഡിക ഒഴിവാക്കാൻ പറഞ്ഞെങ്കിൽ 100-ലധികം പാരഗ്രാഫ് ഒഴിവാക്കിയെങ്കിൽ അത് ആരുടെ താല്പര്യപ്രകാരമാണ് ഒഴിവാക്കിയെന്ന് പറയണം. മന്ത്രി സാംസ്കാരിക മന്ത്രി അടക്കം പറയുന്നത് ഈ റിപ്പോർട്ട് അദ്ദേഹം ഇപ്പോഴും വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അത് ആരുടെ താല്പര്യപ്രകാരമാണ് കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കിയത്? ആ കൂടുതൽ ഭാഗങ്ങൾ ഒഴിവാക്കിയതിൽ എന്തൊക്കെയാണുള്ളത്? അതിൽ ഏതെങ്കിലും തരത്തിൽ ഈ വേട്ടക്കാരുടെ സൂചന പുറത്തേക്ക് വരുന്നതിനെ ആരാണ് ആശങ്കപ്പെടുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് കൂടി ഈ അട്ടിമറിയുടെ പശ്ചാത്തലത്തിൽ മറുപടി പറയേണ്ടത്. എന്തായാലും